ഒരു സിമ്പിൾ മാത്രം വരുന്ന സാധനം അത് നമ്മുടെ ഇവിടെ ഈ റോഡ് സൈഡിൽ വിൽക്കുന്ന സാധനമാണ്. അത് റോഡ് സൈഡിലുള്ള വഴിയോര കച്ചവടക്കാരുള്ള സഹോദരങ്ങൾ അവർ 200 രൂപയ്ക്കും 250 രൂപയ്ക്കും 300 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന സാധനം ഇവര് ഒരു AC റൂം എടുത്ത് ഒരു റെപ്യൂട്ടഡ് ഹോട്ടലിന്റെ ഹാൾ എടുത്തിട്ട് 800 രൂപയ്ക്ക് വിറ്റിട്ട് അത് ഒറിജിനലാണെന്ന് തർക്കിക്കുക. അതും ഹിന്ദിക്കാരെയാണ് നിർത്തിയേക്കുക. നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് ഇവരുടെയാണ്, ഹിന്ദിക്കാർ നടന്ന പരിപാടിയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ഒരു അന്യസംസ്ഥാന തൊഴിലാളികളാണ് നിർത്തിയിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോ ഒരു ആന്റി, ആ ആന്റിയുടെ വസ്ത്രധാരണമൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു സാധാരണക്കാരിയാണ്. ഈ പുള്ളിക്കാരി വളരെ സന്തോഷത്തോടുകൂടി ക്രോക്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെക്സ് ക്യൂക്ക് ഒക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥയിലിരിക്കുന്ന സാധനം ഇത് ഒറിജിനലാണ് തെറ്റിദ്ധരിച്ച് കൊച്ചു മകന് വേണ്ടി മേടിക്കുക. അപ്പൊ ഞാൻ ഈ ആന്റി ഇതിനെ കുറിച്ചൊക്കെ എടുത്ത് നോക്കുന്നു, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് വളരെ കൗതുകം തോന്നി. ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി ഇത് ആർക്ക് വേണ്ടിയിട്ടാ? എന്നെ കൊച്ചുമോന് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. അപ്പം അവന്റെ അപ്പനും അമ്മയൊന്നും ഇവിടെ ഇല്ല, അവൻ എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു വിട്ടത് അവൻ എങ്ങാണ്ട് യൂട്യൂബിൽ എങ്ങാണ്ട് വീഡിയോ കണ്ടപ്പോ എന്നെ പറഞ്ഞു വിട്ടത് വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഇത് മതി എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ആന്റി ബില്ലടിക്കാൻ പോകുമ്പോഴും ഞാൻ ആന്റിയെ ശ്രദ്ധിച്ചപ്പോ പേഴ്സ് തുറന്നിട്ട് അതിനകത്ത് 100, 200 ഒക്കെ പെറുക്കി എടുക്കുക. ഒത്തിരി പൈസയൊന്നും പുള്ളിക്കാരുടെ ഇല്ല. ആ പർട്ടിക്കുലർ ചെരുപ്പ് നമ്മുടെ ഇവിടെയുള്ള കൊച്ചു തുണിക്കടകളിലൊക്കെ കിട്ടുന്ന ചെരുപ്പാണ്. അതായത് യങ്സ്റ്റേഴ്സ് പിള്ളേരൊക്കെ ഇപ്പൊ തുടങ്ങിയേക്കുന്ന തുണിക്കടകളിൽ കിട്ടുന്നതാണ്. അവിടെ അതിനൊരു 800 രൂപ 900 രൂപ വില വരുന്ന ആ ചെരുപ്പ് അതേ സെയിം സാധനം ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് 1800 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ ആന്റിയുടെ അടുത്ത് പറഞ്ഞു, ആന്റി അത് ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ ഈ ആന്റി പറഞ്ഞു, ഇല്ല മോനെ, അതിന്റെ വീഡിയോ ഒക്കെ അവൻ എന്നെ കാണിച്ചതാ. അപ്പം ഈ ഫുഡ് ബ്ലോഗ് ഒക്കെ ചെയ്യുന്ന ഇതുപോലുള്ള ആൾക്കാരിൽ ഇവരെ പോലുള്ള സാധാരണക്കാരായുള്ള മനുഷ്യർ എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഇപ്പോ ഒരു ന്യൂസ് ചാനലിൽ കാണുന്ന പോലെ. ഹലോ ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോ ചെയ്തതായിട്ടാണ് ഓർക്കുന്നത്. യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ചില ആൾക്കാർ ചില പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചില സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേന്മയോ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അത് ഇനി എന്താകും ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും എന്തായിരിക്കും എന്നൊന്നും ആലോചിക്കാതെ പൈസക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ കാര്യം പറഞ്ഞാൽ അവരുടെ വീഡിയോ കാണുമ്പോൾ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി പല പ്രൊഡക്റ്റുകളും വിൽക്കുന്നുണ്ട്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എനിക്കിപ്പോൾ ഉപയോഗിക്കുന്ന ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് എനിക്ക് എത്രത്തോളം യോജിക്കും എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ ശരീരത്തിന് എൻ്റെ സ്കിന്നിന് ഇത് യോജിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അടുത്തൊരാൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആകുമോ ഇല്ലേ ഒന്നും അറിയത്തില്ല. പക്ഷേ ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്, നിങ്ങൾക്ക് എത്രത്തോളം 100% ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന രീതി. ഇപ്പം ഞാനൊരു ഉദാഹരണം ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ യൂട്യൂബേഴ്സ് പൈസയ്ക്ക് വേണ്ടി വെറും എന്താ വെച്ചാൽ ലോക്കലായിട്ടുള്ള പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അത് കാര്യം എന്ന് വെച്ചാൽ ചിലവരുടെയൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന തംബ്നെയിൽ കമൻറ്റ് കാണുമ്പോൾ ചേച്ചി എനിക്കിത് വളരെയധികം ഇഷ്ടം, ഇത് എത്ര കാശ് കൊടുത്താൽ കിട്ടും, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ചേട്ടാ ഇത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്ന കാണാം. അപ്പോൾ ഇത് എല്ലാം പറ്റിക്കലാണ്. കാര്യം ഇവരൊക്കെ എല്ലാം തന്നെ കണ്ടൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് പൈസ കിട്ടും. ഈ ഇങ്ങനൊരു വീഡിയോ ചെയ്യാവോ എന്നും പറഞ്ഞ് വരുമ്പോൾ അവർ വേറൊന്നും നോക്കത്തൊന്നുമില്ല. ഇത് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കോ എന്നൊന്നും നോക്കാതെ കണ്ട പാടി കാണാത്ത പാടി പൈസ കിട്ടും എന്നുള്ള ഒരു ഇതിൻ്റെ അകത്ത് മാത്രമായിട്ട് ചില ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ചെയ്ത് ആൾക്കാരുടെ ഇടയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് പോലും വന്നേക്കണത്. അതായത് ഒരു ചെറിയൊരു സ്റ്റോളൊക്കെ ഇട്ടിട്ട് അവിടെ ഇത്ര വലിയ സ്റ്റോളെന്ന് വെച്ചാൽ വലിയൊരു കമ്പനിയിലെ അറിയപ്പെടുന്ന വലിയൊരു ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടാണ് സ്റ്റോൾ ഇട്ടേക്കണം. അപ്പോൾ ആ സ്റ്റോൾ അവിടെ ഇടുമ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ഓണച്ചന്ത എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെ അതിൻ്റെ ഇത് വെറൈറ്റി ആയിട്ട് വലിയൊരു ഇതിൻ്റെ അകത്തൊക്കെ ഷോറൂമിൻ്റെ അകത്തൊക്കെ ചെയ്യണ കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ ഒരു അതായത് നമ്മളെ നാട്ടിലിപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വലിയൊരു ഹോട്ടലൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പം അത് നല്ലതായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും, നല്ല
ക്വാളിറ്റി ഉള്ളതായിരിക്കും, അപ്പോൾ അത് സെയിലായിട്ട് വിൽക്കണമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആൾക്കാർ പോയി എടുക്കുന്നത്. ഇത് പ്രൊമോഷൻ ചെയ്യാൻ കുറേ ആൾക്കാരുമുണ്ട്. പക്ഷേ ഇത് ആൾക്കാർ ശരിക്കും പറ്റിക്കുകയാണ്. നമ്മളെ സബ്സ്ക്രൈബറാണ്, നമ്മളെ വ്യൂവേഴ്സാണ്. നിങ്ങൾ അവർ നമ്മളിൽ ഒരു ഇത് അർപ്പിച്ചത് കൊണ്ടിട്ടാണല്ലോ ഇവർ പോയി മേടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ ഫാമിലി വ്ളോഗൊക്കെ കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർ വീട്ടിൽ നടക്കുന്ന കാര്യമായിട്ട് കമ്പയർ ചെയ്ത് അതുപോലെ ചിലവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പം എന്നോടാണെങ്കിലും ചിലർ പറയും, അയ്യോ തല മറക്കിട്ടാ മോളെ അങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ പലവരും പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ വീട്ടിലൊരംഗത്തോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, അത്രത്തോളം വളരെയധികം അറ്റാച്ച്ഡ് പോലെയാണ് ചിലവർ സംസാരിക്കുന്നത് കണ്ടിരിക്കണം. അപ്പം അത്രത്തോളം ആൾക്കാരിൽ ഈ യൂട്യൂബേഴ്സ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവരൊക്കെ പോയി ഈ സാധനങ്ങൾ മേടിക്കുമ്പോൾ എന്താണ് ഈ സാധാരണ ലോക്കലായിട്ടുള്ള കടകളിലൊക്കെ വിൽക്കുന്ന 10, 300, 400 രൂപേൻ്റെ സാധനം അവിടെ 1200, 1800 ഒക്കെ ആയിട്ടാണ് ആൾക്കാർ വിൽക്കുന്നത്. അപ്പോൾ ഇവർ കാണുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇൻസ്റ്റയിലും കാര്യത്തിലൊക്കെ ചെയ്യുമ്പോൾ, റീലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഇതൊക്കെ ഉള്ളതാണെന്ന്. പക്ഷേ ഇത് അവരറിയാതെ അവർ പറ്റിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു സത്യം. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യരുത്. നമുക്ക് പൈസ കിട്ടുമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തന്തയില്ലാത്തരം തന്നെ പറയാം. അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. കാര്യം നമ്മളും ഇവർ ഉണ്ടെങ്കിലേ നമ്മളെ ഉള്ളൂ. ഈ വ്യൂവേഴ്സും സബ്സ്ക്രൈബറും ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരേതായാലും നമുക്ക് ഇത് കണ്ടിട്ട് നമുക്കൊരു ഇൻകം തരുന്നുണ്ട്. പോരാത്തതിന് പറ്റിക്ക കൂടി ചെയ്യുമ്പോഴല്ലേ ചെയ്യാം. നിങ്ങളത് ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് അത് ക്വാളിറ്റി ഉള്ളതാണോ, അത് ഇവർ പറയുന്നത് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് റിവ്യൂ പറയാം. ഓരോരുത്തർ ചെയ്യാം, ഓരോരുത്തർ മേടിക്കാം, നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേങ്കിൽ പലവരും എല്ലാവരും അല്ല, പലവരും ചെയ്യുന്നത് ഇതുപോലെയാണ്. പൈസ എന്നുള്ള നമ്പർ മാത്രം കണ്ടിട്ട് ഇത്ര എമൗണ്ട് എന്ന് കാണുമ്പോൾ മാത്രം ഇത്ര രൂപ കിട്ടും എന്നുള്ള പ്രതീക്ഷ വെച്ച് മാത്രം ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ശരി, നിങ്ങളൊരു കാര്യം ഓർക്കുക, എല്ലാവരും ചെയ്യുന്നതൊക്കെ അവരവരെ കണ്ടൻറ്റിന് വേണ്ടി മാത്രമാണ് ഓരോന്ന് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയായിരിക്കും, എല്ലാവരും ഒരു സമയം തന്നെ പലപ്പോഴും പല കാര്യങ്ങളും വന്നിരുന്ന് ഓരോരുത്തരോരോന്ന് ഓരോ രീതിയിൽ വന്ന് പറയുമ്പോൾ, അതായത് ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഒരെണ്ണം തന്നെ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും ഒരുപോലെ വന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇവളെന്ത് ഇങ്ങനെ ഇപ്പോഴും വന്നിട്ട് അത് ഇതൊക്കെ മാറ്റി പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റിയും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ സംസാരിക്കുന്നത്. പറ്റിക്കപ്പെടുന്നത് നിങ്ങളാണ്. സൂക്ഷിക്കുക, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. എല്ലാം തന്നെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. എല്ലാവർക്കും ഒരേ കണ്ടൻറ്റും വ്യൂസും കാര്യം മാത്രമാണ് പൈസ. ഇതിൻ്റെ അകത്ത് അതിൽ കൂടുതൽ അവർക്ക് ഓരോ പൈസകളും ഓരോ കാര്യത്തിൽ നിന്ന് കിട്ടും, ഇവരിൽ നിന്നും കിട്ടും. ഇപ്പോൾ ഈ കണ്ടുകൊണ്ട് നിങ്ങൾ വ്യൂസ് കൂടി കഴിഞ്ഞുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും കാശ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങളറിയാതെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ യൂട്യൂബേഴ്സിൽ ഉണ്ട്. യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസർമാർ, നിങ്ങൾ അവരിൽ അതിയായിട്ട് അടിമപ്പെടാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാണുമ്പോൾ പലതും ആലോചിച്ചിട്ട് വേണം ഓടിച്ചെന്ന്, ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും ശരി അല്ലാത്തതിലാണെങ്കിലും ശരി ഓടിച്ചെന്നിട്ട് എന്നും മേടിക്കാതിരിക്കുക. നിങ്ങൾ സ്വയം വിഡ്ഢികളാകാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ ചോദിക്കും, നിൻ്റെ വർഗത്തെ തന്നെ നീ ഇരുന്ന് കുത്തി പറയുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആര് തെറ്റ് ചെയ്താലും അതിന് പ്രത്യേകിച്ച് എടുത്ത് തന്നെ പറയണം. ആരായാലും ശരി, ഇപ്പം ആര് തെറ്റ് ചെയ്താലും അതിനെ പറയേണ്ട കാര്യമുണ്ട്. അപ്പം ചിലവർ ഇതുപോലെയാണ്, കണ്ണടച്ച് പൈസയാണ് അവർക്ക് മെയിനായിട്ട്, വേറെ ഒന്നും നോക്കത്തില്ല. എന്തും പൈസ കിട്ടിയാൽ എന്തും ചെയ്യും. അപ്പം നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കേണ്ടത് നിങ്ങൾ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഓക്കെ, ബൈ.